ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന പനീർ റോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇത് ഈവനിങ് റെസിപ്പിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പനീർ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ഇടാം. പുളി കുറച്ച് മതി എന്നുള്ളവർക്ക് വിനീഗർ യൂസ് ചെയ്യാതിരിക്കാം. എന്നിട്ട് ഫുൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിൽ മതിയാകും. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള സൈസിൽ ഓരോ ബോൾസാക്കി മാറ്റാം. എന്നിട്ട് ആ ബോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തി പരുവത്തിൽ ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഒരുപാട് തിന്നാക്കണം എന്നില്ല, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം എന്നുള്ളവർക്ക് എണ്ണ ഒഴിക്കാവുന്നതാണ്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഒരു 4 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്യാൻ വച്ചിരിക്കുന്ന പനീറും കൂടെ എടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പനീർ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് പനീർ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതേ എണ്ണയിൽ ഒരു 1/4 കപ്പ് സവാളയും കൂടെ എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റും ഒരു 1/4 കപ്പ് ക്യാബേജും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റി എടുക്കണം എന്നില്ല. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം സോയാ സോസും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് ചൂടാക്കി എടുക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലും ചൂടാക്കിയാൽ മതിയാകും. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് എടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പറും കൂടെ എടുത്തിട്ട് നമ്മുടെ മൈദ ചുട്ടെടുത്തത് ആദ്യം മുകളിൽ വയ്ക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആവശ്യത്തിന് നമ്മുടെ ഈ മിക്സ്ചർ, നമ്മുടെ പനീർ മിക്സ്ചർ അതിലേക്ക് വച്ച് കൊടുക്കുക. ഈ കാണുന്ന സ്ട്രൈറ്റ് ആയിട്ട് വച്ചാൽ മതിയും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ ഈ 2 സൈഡും യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ബട്ടർ പേപ്പർ വച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം മടക്കി വയ്ക്കുകയോ ചുരുട്ടി വയ്ക്കുകയോ എന്താണെന്ന് വെച്ച രീതിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പനീർ റോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.